A square containing 4 numbers in a calendar is marked and the sum of these numbers is 80. What are the numbers? ഒരു കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കലണ്ടറിൽ നോക്കുന്ന സമയത്ത് അതിൽ നമ്പേഴ്സൊക്കെ കുറച്ചൊരു ഓർഡറിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളൊരു കലണ്ടർ നോക്കുക ആദ്യം. ഇതിൽ നോക്കിയേ, സൺഡേ, മൺഡേ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം 7 days ആണുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് 4 നമ്പേഴ്സുള്ള ഒരു സമചതുരമാണ്, അതായത് ഒരു സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കാമല്ലോ, 4 നമ്പേഴ്സാണല്ലോ ഇതുള്ളത്. ഇതിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ 4 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 80 ആണ് കിട്ടുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ ഏതൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 80 ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് എടുക്കാറുള്ളത്, എന്തായിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ എടുക്കാറുള്ളത്, എക്സ് ആയിട്ട് എടുക്കും അല്ലേ. നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് എടുത്താൽ തൊട്ടടുത്തുള്ള നമ്പർ എന്തായിരിക്കും? അതായത് ഇത് ഒന്നായതുകൊണ്ട് അതിനോട് ഒന്ന് കൂട്ടിയതല്ലേ തൊട്ടടുത്തുള്ളത്, ഇതിനോട് ഒന്ന് കൂട്ടിയതല്ലേ തൊട്ടടുത്ത്, ഇങ്ങനെ പോവല്ലേ, ഒന്ന് കൂടി പോവുകയാണ് അല്ലേ. നേരെ പോകുന്ന സമയത്ത് ഓരോ നമ്പറും കൂടി പോകും. അപ്പോൾ എക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നമ്പർ എന്ത് കിട്ടും? x+1 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഈ നമ്പറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? x+1 ആണ്, അത് നമ്മൾക്കറിയാം അല്ലേ. ഇനി തൊട്ട് താഴെയുള്ള നമ്പർ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഞാനിവിടെ 1 എടുത്തു, ഈ 1നോട് 7 കൂട്ടിയതല്ലേ തൊട്ട് താഴെയുള്ളത്, 3നോട് 7 കൂട്ടിയതല്ലേ 10. ഇവിടെയൊക്കെ എന്താണ്, തൊട്ട് താഴേക്ക് വരുമ്പോൾ ഓരോന്നും 7 കൂട്ടിയിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 4 എടുത്തു, ഈ 4നോട് 7 കൂട്ടിയതാണ് 11, 4+11 വരും. ഈ 11നോട് 7 കൂട്ടിയതാണ് 18, 18നോട് 7 കൂട്ടിയതാണ് 25. അങ്ങനെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് 7 കൂടി വരുന്നത്, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 5നോട് 7 കൂട്ടിയാൽ എന്താണ്? 12 അതായിരിക്കും 5 താഴെ ഉണ്ടാവുന്നത്. അത് ഏതൊരു കലണ്ടർ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 അതിനോട് 7 കൂട്ടി 8 അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ അതിനോട് 7 കൂട്ടുന്നതല്ലേ, അതായത് x+7 അല്ലേ വരിക, x+7 എന്ന് വരും. ഇനി ഈ എക്സിനോട് 8 കൂട്ടുന്നതാണ്, അതായത് 7നോട് 1 കൂട്ടുന്നത്, x+7നോട് 1 കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ x+8 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താം? x+8 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് ഏതൊരു നമ്പർ ആയിക്കോട്ടെ അത് ഈ ഒരു ഓർഡറിലാണ് വരുന്നത്, x+1, x+7, x+8 അല്ലേ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് ഇതിൻ്റെ അതായത് ഇതിൻ്റെ തുക എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 80 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 80 കിട്ടണം. അതായത് ഇവിടെ എന്താ പറയുന്നത്, അപ്പോൾ എക്സും x+1ഉം x+7ഉം x+8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 80 കിട്ടണം. ഇതാണ് ഇവിടെയുള്ള ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ആ നമ്പർ ഏതാണെന്ന് കിട്ടും, അതായത് എക്സ് ഏതാണെന്ന് കിട്ടും. അപ്പോൾ x+1 ഏതാ നമ്മൾക്കറിയാം, x+7 അറിയാം, x+8ഉം അറിയാം. അപ്പോൾ നമുക്കിവിടെ എക്സുകളുടെ ടേം എത്തുന്നുണ്ട് 1, 2, 3, 4. അപ്പോൾ 4x എന്ന് എഴുതിക്കൂടെ, 4x പ്ലസ് പിന്നെ നമ്പർ ഏതൊക്കെയാണ്? 1, 7, 8. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 16 കിട്ടും. 4x + 16 = 80. ഇനി ഈ +16 അങ്ങോട്ട് പോകുമ്പോൾ -16 ആയിട്ട് മാറും. അപ്പോൾ 4x = 80 - 16. 80ൽ നിന്ന് 16 പോയാൽ നമുക്ക് 64 കിട്ടുന്നത്. അപ്പോൾ 4x = 64 കിട്ടും. ഓക്കെ, അപ്പോൾ x എത്രയായിരിക്കും കിട്ടുന്നത്? x = 64 ഇൻറ്റു ആണല്ലേ, 4 × x ആണ്. അപ്പോൾ അത് എക്സ് മാത്രമായിട്ട്, അതായത് ഇൻറ്റു ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും, 64/4 എന്ന് വരും. 64/4 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ ഇവിടെയുള്ള എക്സ് 16 ഓക്കെ, അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടായിരുന്നത് എക്സ് ആണ്, പിന്നെ x+1 ആണ്, x+7 ആണ്, x+8 ആണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്ത് കിട്ടി? 16 എക്സ് എന്ന് കിട്ടി. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 17 ആയിരിക്കും. ഇനി 16നോട് 7 കൂട്ടിയതാവും അതിന് തൊട്ട് താഴെയുള്ളത്. അപ്പോൾ 16നോട് 7 കൂട്ടുക എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 23 കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതായിരിക്കും? 24 ആയിരിക്കും അല്ലേ. അപ്പോൾ 16, 17, 23, 24 എന്നീ നമ്പേഴ്സ് ആയിരിക്കും അത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 times ദാറ്റ് ഓഫ് അപ്പു. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പുവിൻ്റെ വയസ്സിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പുവിൻ്റെ വയസ്സ്, അപ്പൂസ് ഏജ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ് ആയിട്ട് എടുത്തു കേട്ടോ. അപ്പുവിൻ്റെ വയസ്സ് എക്സ് ആണ്. മലയാളം മീഡിയമുള്ള കുട്ടികൾ ഞാൻ പറയുന്നത് എഴുതാം കേട്ടോ.
അപ്പുവിൻ്റെ വയസ്സ് എക്സ്. ഇനി ഈ അപ്പുവിൻ്റെ വയസ്സിന് എന്താ പറയുന്നത്? അമ്മയുടെ വയസ്സ്, അതായത് മദേഴ്സ് ഏജ് എന്ന് പറയുന്നത് അതിന് 9 ടൈംസ് ആണ് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താം? മദേഴ്സ് ഏജ് 9 ടൈംസ് ആണ്. ഇപ്പോൾ 9 ടൈംസ് ആണ്, അതായത് 9x ആണ്. 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 9x ആണ്. ഓക്കെ. ഇനി പറയുന്നത് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 9 ഇയേഴ്സ് കഴിയുമ്പോൾ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക 9 ഇയേഴ്സ് കഴിയുമ്പോൾ, ആഫ്റ്റർ 9 ഇയേഴ്സ് 9 വർഷം കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്? അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്താണ് അപ്പുവിൻ്റെ ഏജ് എന്തായിട്ട് മാറും? അപ്പുവിൻ്റെ വയസ്സ് 9 വയസ്സ് കൂടാൻ 9 വർഷം കൂടാന്ന് പറയുമ്പോൾ 9 വയസ്സ് കൂടാന്നില്ല. അപ്പോൾ x+9 ആയിട്ട് മാറും അല്ലേ? ഇനി മദറിൻ്റെ ഏജ് ആണെങ്കിലോ, അമ്മയുടെ വയസ്സ് അപ്പം എന്തായിട്ട് മാറുന്നുണ്ട്? ഇതേപോലെ തന്നെ 9x കൂടി 9 കൂടും അല്ലേ? 9 വർഷം കഴിയാന്ന് പറയുമ്പോൾ 9 വർഷം കഴിയാന്ന് പറയുമ്പോൾ 9 വയസ്സ് കൂടുന്നു എന്നല്ലേ? അപ്പോൾ 9x+9 ആയിട്ട് മാറും അല്ലേ? ഇനി നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഈ 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങാണെന്നാണ് പറയുന്നത്. അതായത് x+9 എന്ന് പറയുന്നത് 9x+9 എന്ന് പറയുന്നത് എന്തിൻ്റെ 3 ഇരട്ടിയാണ്? x+9ൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, x+9 × 3 = 9x+9. അത് തിരിച്ചെഴുതി ഞാൻ, 9x+9 = 3 × x+9. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് എഴുതാം, 9x+9 = ഈ ബ്രാക്കറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഒഴിവാക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 3 × x ചെയ്യാം. 3x + 9 × 3 27. ഓക്കെ. ഇനി നമുക്ക് ഈ എക്സിനെയും എക്സിൻ്റെ ടേമുകൾ ഒരു ഭാഗത്തോട്ട് മാറ്റാം. 9x - 3x = 27 - 9 എന്ന് വരും. ഇനി 9x നിന്ന് 3x പോവുക എന്ന് പറയുമ്പോൾ അത് 6x ആണ് അല്ലേ? 6x = 27 നിന്ന് 9 പോവുക എന്ന് പറയുമ്പോൾ 18 വരും. ഇനി x = 18/6. 18/6 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 3 അല്ലേ? അപ്പോൾ x എന്ന് പറയുന്നത് 3 ആണ്. അതായത് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഏജ്, ഇപ്പോഴത്തെ വയസ്സ് എന്താണ്? 9 ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഏജ് ഓഫ് അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? 3 വയസ്സാണ്. അപ്പോൾ മദറിൻ്റെ ഏജ് എത്രയായിരിക്കും? ഏജ് ഓഫ് മദർ എന്ന് പറയുന്നത് 3 × 9 9x ആയിരുന്നല്ലോ. = 9 × 3 27 വയസ്സാണ് മദറിൻ്റെ ഏജ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, -1/2 + 3/4. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾക്കറിയാം, ആദ്യം നമ്മൾ പ്ലസ് വരുന്ന രീതിയിൽ എഴുതും അല്ലേ? 3/4 - 1/2 എന്ന് എഴുതും. ഇനി നമ്മൾ ഇത് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഗുണിക്കും അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും. 4 × 2 എന്ന് പറയുമ്പോൾ 8 ആണ്. ഇനിയോ ഇത് തമ്മിൽ ഇങ്ങനെ ചെയ്യും. 3 × 2 6 - 4 അല്ലേ? 4 × 1 4 ആണ്. അപ്പോൾ 6-ൽ നിന്ന് 4 പോയാൽ 2/8. ഈ 2/8 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? നമുക്കിത് ക്രോസ് ചെയ്ത് കളയാം, സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? ചെറുതാക്കാം. അതായത് 2-ൽ 1 ആണ്, 4 അല്ലേ? 8-ൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 1/4 എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? 1/4 ആണ്. ഇതിൽ പ്ലസ് തന്നെയാണ് കേട്ടോ വരുന്നത്, മൈനസ് ഒന്നും വരില്ല കേട്ടോ. ഇനി -25 - 3 1/2. അപ്പോൾ നമുക്കറിയാം രണ്ടും മൈനസാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് 25 3/2 കൂടിയാണ് കൂട്ടാനുള്ളത്. നമുക്കറിയാലോ 25 3 കൂടെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ഉണ്ടാവും അല്ലേ? അതിൻ്റെ കൂടെ 28 കിട്ടും. പിന്നെ ഒരു അരയും കൂടെ അല്ലേ, ഹാഫ് അല്ലേ ചേർക്കാനുള്ളത്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? -28 1/2 എന്നാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എന്താ പറയുന്നത്? ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ? അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോൻ്റെ കാര്യമാണ് പറയുന്നത്. ആദ്യം എന്താ പറയുന്നത്? ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആയിരുന്നു അല്ലേ? ലെങ്ത്തും വിഡ്ത്തും ആട്ടോ പറയുന്നത്.
അപ്പോൾ നമുക്കിതിന് ലെങ്ത്തും വിഡ്ത്തുമായിട്ട് എങ്ങനെ എഴുതും? അതായത് നീളം വീതി. ലെങ്ത്ത് അഥവാ നീളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3 ആദ്യം പറയുന്നത്. അപ്പോൾ 3x എന്ന് എഴുതിക്കൂടെ? ഇനി വിഡ്ത്ത് അഥവാ വീതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2x എന്ന് എഴുതാം. ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതാം. 3x 2x എന്ന് തന്നെ എഴുതും, നീളം വീതിയും. ഇനി ഇത് പറയുന്നത് എന്താണ്? ദ റെക്റ്റാങ്കിൾ ഈസ് എൻലാർജ്ഡ് ബൈ ഇൻക്രീസിങ് ദ ലെങ്ത് ബൈ ഹാഫ് മച്ച്. അതായത് ഇതെന്ത് ചെയ്തു? ഇതൊന്ന് എൻലാർജ് ചെയ്തു. എങ്ങനെ? ഇതിൻ്റെ നീളം ഒന്ന് കൂട്ടി. എങ്ങനെ കൂട്ടിയത്? ഹാഫും കൂടെ കൂട്ടി, അരയും കൂടെ കൂട്ടുക. അതായത് നീളം ആദ്യം എത്ര ഉണ്ടായിരുന്നു? അപ്പോൾ ഇത് രണ്ടാമത്തെ നീളത്തിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 3x ഉണ്ടായിരുന്നു. അതിനോട് കൂടെ എന്ത് ചെയ്തു? ഈ 3xൻ്റെ അരയും കൂടെ കൂട്ടി. ഇപ്പോൾ രണ്ടാമത്തെ നീളം വീതിയും ഇതാണ്. നീളം എന്ന് പറയുന്നത് 3x + 3x/2. വീതിക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? അപ്പോൾ വീതി എന്തായിട്ടുണ്ട്? വീതി നമുക്ക് 2x തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ റേഷ്യോ കാണാനാണ്, ഇതിൻ്റെ അംശബന്ധം കാണാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3x + 3x/2 2x എന്ന് എഴുതിയാൽ പോരെ? അതല്ലേ ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഉണ്ടാവുന്നത്, അംശബന്ധം ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പുതിയ അംശബന്ധം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? നീളം വീതി അല്ലേ? ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 3x + 3x/2 2x. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3x + 3x/2 എന്ന് പറയുമ്പോൾ അതിന് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം കേട്ടോ. ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. 3x + 3x/2. ഇപ്പോൾ ഇത് എന്താണ്? ഒന്നൊരു ഫ്രാക്ഷൻ നമ്പറാണ് അല്ലേ? അതായത് നമുക്ക് പറയാം ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നോർമൽ നമ്പറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഭിന്നസംഖ്യയാക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഛേദത്തിൽ ഒന്നിട്ട് കൊടുത്താൽ മതി അല്ലേ? അതായത് ഡിനോമിനേറ്ററിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 3x എന്ന് പറയുന്നത് 3x/1 എന്ന് പറയുന്നത് എന്താണ്? സെയിം നമ്പർ തന്നെയാണ്. ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ഗുണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രോസ് ചെയ്തിട്ട് ഗുണിക്കുക. 2 × 1 എന്ന് പറയുമ്പോൾ 2 വരും. ഇനി 3x × 2 അല്ലേ? എന്ത് വരും? 3 × 2 6ആണ്, 6x എന്ന് വരും. പ്ലസ് 3x × 1 3x എന്ന് തന്നെ വരും. അപ്പോൾ 6x + 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6x + 3x അല്ലേ? രണ്ടും എക്സിൻ്റെ ടേംസാണ്. രണ്ടും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 9x/2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് മാത്രം നമുക്ക് എന്ത് കിട്ടി? 9x/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അവിടെ എഴുതി വെക്കാം. 9x/2 എന്ന് എഴുതാം. ഓക്കെ, 9x/2. ഇനി എന്തുണ്ട്? ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു 2x ഉണ്ട്. അപ്പോൾ ഈ 2xനെ നമുക്ക്, ഇതിപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അങ്ങനെയുള്ള നമ്പറായി. താഴെയുള്ളതും എന്ത് ചെയ്യുക? അതുപോലെ എഴുതിക്കൂടെ നമുക്ക്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള രീതിയിൽ, അതായത് 2x/1 എന്ന് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ a/b/c/d ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ഏറ്റവും മുകളിലുള്ള ആളെയും ഏറ്റവും താഴെയുള്ള ആളെയും തമ്മിൽ ഗുണിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആരാണ് വരുന്നത്? 9x × 1 അല്ലേ വരുന്നത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? = 9x എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് എന്താണ്? നടുവിലുള്ള 2 പേരെയും തമ്മിൽ ഗുണിക്കാം. അതായത് BC. ഇപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്ന സമയത്ത് a × d/b × c എന്ന് വരും കേട്ടോ. അതുപോലെ ഇവിടെ എങ്ങനെ വരും? 9x × 1 ചെയ്തു 9x കിട്ടി. ഇനി 2 × 2x എന്താ വരിക? /4x എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? ഇപ്പോൾ 9x/4x എന്ന് കിട്ടിയില്ലേ? 9x/4x. ഇനി എക്സും എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 9/4 ആണ്. അതായത് ഇവിടെയുള്ള റേഷ്യോ, അതായത് അംശബന്ധം എന്ന് പറയുന്നത് എന്താണ്? 9:4 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് സൈഡ്സ് ഓഫ് 2 സ്ക്വയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ. അതായത് രണ്ട് സമചതുരങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഒരു സമചതുരം, അതായത് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നീളം വീതിയും ഒക്കെ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിലെ ഒരു ചെറിയ സമചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുമ്പോൾ 3 എന്ന അംശബന്ധത്തിലാണ്. പിന്നെ രണ്ടെണ്ണം പറയുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ കാര്യം എന്താണ്? 4 ആണ് അല്ലേ? അപ്പോൾ
3:4 എന്ന റേഷ്യോയിലാണ്. അതായത് ഇതെന്തായിരിക്കും 3x ആയിരിക്കും, അടുത്തത് 4x ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം. എന്തായിരിക്കും അതിൻ്റെ ഏരിയ? ഇത് S1 ആണ് കേട്ടോ. സ്ക്വയർ 1 സ്ക്വയർ 2 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് S1/S2 എന്ന് എഴുതാം. S1/S2 എന്ന് പറഞ്ഞാൽ നമുക്ക് 3x/4x അതാണല്ലോ നമുക്ക് 3x4 എന്ന് കിട്ടിയത്. ഇനി ഏരിയ കാണാൻ എങ്ങനെയാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാലോ, ഈ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് A ആണെങ്കിൽ അതിൻ്റെ ഏരിയ, അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവ് എന്തായിരിക്കും? A² ആയിരിക്കൂലേ? അപ്പോൾ ഇവിടെ 3x ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? 3xൻ്റെ സ്ക്വയർ വരൂലേ? അതായത് 3x² ഹോൾ സ്ക്വയർ ബൈ 4ൻ്റെ സ്ക്വയർ 4x² ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എന്താണ്? 9 ആണ് അല്ലേ? 9x² ബൈ പിന്നെ 4ൻ്റെ എന്താണ്? 16 അല്ലേ? 16x². അപ്പോൾ x² ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഈ ഏരിയകൾ തമ്മിലുള്ള, അതായത് പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? 9/16 എന്ന് വരൂലേ? 9/16 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ അഥവാ അംശബന്ധം എന്താണ് വരുന്നത്? 9:16 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ റോംബസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം 6.5 ഒരു ലെങ്ത്ത് വരച്ചു, ഒരു ലൈന് വരച്ചു. ആ ലൈനിന് ഞാൻ എന്ത് ചെയ്തു? ബൈസെക്ടർ കൊടുത്തു. ബൈസെക്ടർ കൊടുക്കേണ്ടത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ റോംബസിൻ്റെ ഒരു വികരണം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി വേണ്ടത് എന്താണ്? 4.5 അടുത്ത വികരണം വേണം. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്നും മുകളിലോട്ട് 4.5ൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യുന്നത്? ഈ 4.5ൻ്റെ പകുതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെൻറ്ററിൽ നിന്നും മുകളിലോട്ട് 4.5 തന്നെ എടുത്തു. ഓക്കെ, ഒരു മെഷർ ചെയ്തിട്ട് ഞാൻ അതിന് ബൈസെക്ടർ കൊടുത്തു. അപ്പോൾ ഈ കോമ്പസ് വെച്ചതിൽ നിന്ന് മുകളിലോട്ട് 4.5 എടുത്തിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു? ബൈസെക്ടർ കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ ഈ ബൈസെക്ടർ കൊടുത്തപ്പോൾ ഈ 4.5ൻ്റെ പകുതി അവിടെ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് അറിയാതെ വന്നതാട്ടോ. ഓക്കെ, അത് വേണ്ട. ഇനി താഴോട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതേപോലെ 4.5 എടുത്തിട്ട് അതിന് ഞാനൊരു ബൈസെക്ടർ കൊടുത്തു. താഴോട്ട് സെൻറ്ററിൽ നിന്ന് താഴോട്ട് 4.5 ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് ആ ഒരു ലെങ്ത്തിനും ആ ഒരു ലൈനിനും ഞാൻ ഇതുപോലെ ബൈസെക്ടർ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സെൻറ്ററിൽ നിന്നും തൊട്ട് മുകളിലോട്ട്, അതായത് ബൈസെക്ടർ വരച്ചത് വരെ 2.25 താഴോട്ടും ഇതേപോലെ 2.25 കിട്ടി. ഇനി അത് നമ്മുടെ റോംബസിൻ്റെ രീതിയിൽ നമ്മളങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6.5 4.5 ഉള്ള ഒരു റോംബസ് കിട്ടിയില്ലേ?